ഇന്ന് രാവിലെ ഒരു കപ്പപ്പുട്ട് ഉണ്ടാക്കിയാലോ എന്ന് വിചാരിക്കുക. അതായത് മഴക്കാലമായി. അപ്പോൾ മഴക്കാല പരീക്ഷണങ്ങളാണിപ്പം. ചെറിയ ചെറിയ വീഡിയോസുകൾ നമുക്ക് ഇതൊക്കെ എല്ലാം ചെയ്യുന്നതാ. എന്നാലും നമുക്ക് കപ്പ വെച്ചിട്ട് പച്ചക്കപ്പയാണ്. പച്ചക്കപ്പ വെച്ചിട്ട് കപ്പപ്പുട്ട് ഉണ്ടാക്കിയാലോ എന്ന് വിചാരിക്കുക. അതിന് വേണ്ടി ഇത്രയും പച്ചക്കപ്പ എടുത്തിട്ടുണ്ട്. ഇതിനെ ഒന്ന് ആദ്യം ഒന്ന് ക്ലീൻ ചെയ്യാം. കപ്പ എടുക്കാൻ നല്ല രസമല്ലേ? തൊലിയൊക്കെ ഇങ്ങനെ വരാനായിട്ട് നല്ല രസമുണ്ട്. മഴക്കാലത്ത് കപ്പ, ചക്ക, മാങ്ങ ഇതൊക്കെയാണ് മിക്കവാറും രസമാണ്. അതൊക്കെ അതിൻ്റെ ഓരോരോ സംഭവങ്ങൾ. കപ്പയെല്ലാം നല്ല ക്ലീൻ ആക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതുപോലൊരു ഗ്രേറ്ററി വെച്ചിട്ട് നമുക്ക് കപ്പയൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ആദ്യം അത് ചെയ്യാം. കപ്പയെല്ലാം ഞാൻ ഈ ഒരു പരുവത്തിലാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം നമുക്കിത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കണം. കാര്യം ഇങ്ങനെ എടുക്കാൻ പറ്റില്ല. കാര്യം ഇതിനൊരു കുറച്ച് വെള്ളമുണ്ട്. തന്നെയല്ല അത് കട്ടാണ്. അത് ഊറ്റിക്കളയുന്ന എപ്പോഴും നല്ലത്. അപ്പം നമ്മളിത് നന്നായിട്ട് പിഴിയണം. ഇനി കപ്പയുടെയൊക്കെ രൂപഭാവം കണ്ട. നമ്മുടെ കപ്പയെല്ലാം ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്ത് നല്ല തേങ്ങ തിരുമ്മിയ പോലെ ഉണ്ടല്ലേ. ഇതിൻ്റെ നാരെല്ലാം നമ്മൾ കളഞ്ഞിട്ടുണ്ട്. കണ്ടോ, നാരെല്ലാം പോയി. അപ്പോൾ ഇനിയിപ്പം നമുക്കിത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കണം. നമ്മൾ പിഴിയുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി, കുറച്ച് ഉപ്പ് നമ്മൾ ഇതുപോലെ ഒന്ന് വെതറിയിട്ട് ഒരു 10 മിനിറ്റ് വെച്ചേക്കാം. അപ്പം നമുക്ക് അതിനകത്ത് മാക്സിമം വെള്ളം ഒന്ന് ഊറ്റിക്കളയാം. അത് മാത്രമല്ല, ഇതിനൊരു അധികം കുഴയാണ്ടും ഒക്കെ ഇരിക്കും ഈ കപ്പ പുട്ട് ചെയ്താലും. അപ്പം നമ്മളിത് ഒരു 10 മിനിറ്റ് നേരത്തേക്ക് നമുക്കിതൊന്ന് ഉപ്പൊക്കെ ഒന്ന് പിടിപ്പിച്ചൊന്ന് വെക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് പിഴിയാൻ തുടങ്ങാം. അപ്പോൾ കപ്പ ഉപ്പൊക്കെ പുരട്ടി വെച്ചിട്ട് 10 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് പിഴിയാം. ഇങ്ങനെ പിഴിഞ്ഞ് ചിലവരെ ഇത് ഉണക്കി ഈ കപ്പമുറുക്കൊക്കെ ഉണ്ടാക്കുമെന്ന് പറയും. പക്ഷെ കപ്പയുടെ കട്ടുകൾ പരമാവധി കളയുന്നതാണ് നല്ലത്. നമ്മളിപ്പോൾ ഇത് കളയുകയാണ്. കപ്പ നന്നായിട്ട് ഞാൻ പിഴിഞ്ഞോണ്ട് വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, നല്ല പൊടിവിടാന്ന് കിടക്കുന്നുണ്ടാവും. ഇത്രയും വെള്ളം കിട്ടി അതിൽ നിന്ന്. ഇതിപ്പം കുറച്ചു നേരം വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് തെളിഞ്ഞു വരും. എന്നിട്ട് താഴെ അടിഞ്ഞ് സ്റ്റാർച്ച് വരും. അത് നമുക്ക് വേണേൽ ഉപയോഗിക്കാം. കാരണം ആ സ്റ്റാർച്ച് അതെടുത്തിട്ട് ഈ തെളി ഊറ്റിക്കളഞ്ഞുകൊണ്ട് അതെടുത്തിട്ട് നമ്മൾ ഈ പണ്ട് കപ്പമുറുക്കെന്നൊക്കെ പറയില്ലേ, അങ്ങനെയൊക്കെ ഓരോ സാധനങ്ങളൊക്കെ ഉണ്ടാക്കും തോന്നുന്നു. തെളി ഊറ്റിക്കളയണം. അപ്പോൾ താഴെ ഇങ്ങനെ നല്ല പോലെ ഇങ്ങനെ അതിൻ്റെ സ്റ്റാർച്ചെല്ലാം അടിഞ്ഞു വരും. അതിപ്പം നമ്മളിപ്പോൾ എടുക്കുന്നില്ല. ഇതിപ്പം ഇതുപോലെ വന്നിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് ഇതിനകത്ത് ഉപ്പൊന്നും ചേർക്കണ്ട. കാര്യം നമ്മൾ ഓൾറെഡി ഉപ്പ് നമ്മൾ ചേർത്താണ് പിഴിഞ്ഞത്. അപ്പോൾ ഇതിനകത്ത് ഉപ്പുണ്ട്. അപ്പം നമുക്ക് ഇത് നമ്മൾ കുറ്റിയിലൊന്ന് വാരി വാരി വെക്കണം. ഇടയ്ക്കിടയ്ക്ക് തേങ്ങായും കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ തേങ്ങായും ഇതും രണ്ടും വെളുപ്പായത് കാരണം കൊണ്ട് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് ഇളക്കാൻ ഈ തേങ്ങയിൽ ഒരു വേറെ ഇറ്റിക്കുന്നു. അപ്പം ഞാനതൊന്ന് നോക്കാമെന്ന് വിചാരിച്ചതേ. കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് ഇളക്കിയിട്ട് നമുക്ക് ഇടയ്ക്കൊന്ന് വാരി വെച്ച് കൊടുക്കാം. ഒരു കപ്പപ്പുട്ടിൻ്റെ ഇടയ്ക്കൊന്ന് തേങ്ങ ഇട്ടൊന്ന് അറിയാൻ വേണ്ടിയാണെന്ന് പറഞ്ഞ്
അപ്പം തേങ്ങയെ നമ്മളൊന്ന് മഞ്ഞയാക്കി എടുത്തു, മഞ്ഞത്തേങ്ങ. അപ്പം പുട്ടിൻ്റെ ഇടയിലൊന്നും തേങ്ങ കാണണം അത്രേ. അപ്പം നമുക്ക് അതുപോലെ ഒന്ന് ചെയ്യാവേ. അപ്പം ഇനിയിപ്പം നമ്മൾ ഇതാ നമ്മുടെ പുട്ടുകുറ്റി എടുത്തു. ഇതിനകത്തൊരു ചില്ലൊക്കെ ഉണ്ട്, ഇതാ ചില്ലൊക്കെ ഉണ്ട്, അതൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആദ്യം തേങ്ങ അങ്ങോട്ട് കുറച്ചങ്ങോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കിതാ ഇത് പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന ഈ കപ്പ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇടയ്ക്ക് വീണ്ടും തേങ്ങ ഇട്ട് കൊടുക്കാം. പിന്നെ എന്തേ കപ്പ വാരിയിട്ട് കൊടുക്കാം. നമുക്കിനി ഇത് ആവി കയറ്റി വേവിച്ചെടുക്കാം. അപ്പം നമ്മൾ കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട്, ചെറിയൊരു കുക്കറാണ് വെച്ച് കൊടുത്തത്. അതിനകത്ത് ഒരു 4 മുട്ട ഇട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ പുട്ട് വേവുന്ന സമയത്ത് ആ മുട്ടയും വെന്ത് കിട്ടും. ആവി കയറട്ടെ, അടച്ചു നോക്കാം. പുട്ട് വേവാൻ വെച്ചിട്ട് ഇപ്പം 10 മിനിറ്റ് ആയി. ഇനി നമുക്കത് വെന്തോന്ന് നോക്കാം. എന്ത് കാണും, നമുക്കിതെടുക്കാം. നമ്മുടെ ആവി പറക്കുന്ന കപ്പപ്പുട്ട് റെഡി. അപ്പം ആ കൂടെ തന്നെ മുട്ടയും വെന്തിട്ടുണ്ട്. അപ്പം നമുക്ക് മുട്ടക്കറിയും നേരത്തെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, മുട്ട അതിനകത്ത് ഇട്ടാൽ മതി. അപ്പം നമുക്ക് പുട്ടും മുട്ടയും കൂടി കഴിക്കാം. അപ്പോൾ നമ്മുടെ കപ്പപ്പുട്ടും മുട്ടക്കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. നല്ല ടേസ്റ്റാണ്, ഞാൻ പണ്ട് കഴിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് കപ്പപ്പുട്ടൊന്ന് കഴിച്ചു നോക്കാം. നല്ല രുചി കേട്ടോ, നല്ല അടിപൊളി ടേസ്റ്റ്. നമുക്ക് കറിയൊന്നും വേണ്ട, ചുമ്മാ കഴിക്കാം. ഇപ്പം എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണേ. ഇപ്പം കപ്പയുടെയും ഒക്കെ സീസൺ ആണല്ലോ, അപ്പം ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കുക. നമ്മുടെ മഴക്കാല പരീക്ഷണങ്ങളാണ് ഇതൊക്കെ. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയുക. അടിപൊളി ടേസ്റ്റാണ്. ഓക്കെ, താങ്ക് യു. നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഞെക്കി ഓൾ പ്രസ് ചെയ്യുവാണെങ്കിൽ നമ്മളിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ കിട്ടുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.